നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എല്ലാ കാര്യങ്ങളും സമയം കടന്നു പോകുമ്പോൾ ശരിയാകും എന്ന് വിചാരിക്കാൻ പറ്റില്ല. സമയത്തിന് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം സൊല്യൂഷൻ കണ്ടെത്തണം. ഏതോ ഫിലോസഫറുടെ മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്കുകളാണെന്ന് കരുതണ്ട. സാക്ഷാൽ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ പങ്കുവച്ചിട്ടുള്ള വാചകമാണിത്. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ പരിക്കിൻ്റെ പ്രശ്നങ്ങളെ വകവെക്കാതെ അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഗോൾ വർഷം നടത്തിയിട്ട് ടീമിനെ റെലഗേഷൻ സോണിൽ നിന്ന് മുകളിലേക്ക് എത്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അവൻ ചെയ്തു കാണിക്കുന്നു. അപ്പോൾ അവന് പറയാനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. യെസ്, നെയ്മർ ജൂനിയർ ഇപ്പം ഇന്നും പ്രകടനവാ നടത്തുന്നത്. അതിൻ്റെ വൈസ്ഫുരണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ കാണുന്നത്. അത് നൽകുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് കളിക്കളത്തിൽ ഇങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനൊരു ജീനിയസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും വലിയൊരു തർക്കവും വേണ്ട. ഏതായാലും നെയ്മർ ജൂനിയർ കുറിക്കുന്നു, എല്ലാ കാര്യങ്ങളും സമയത്തെ മാത്രം കാലത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല. എല്ലാ കാര്യങ്ങളും കാലം കടന്നു പോകുമ്പോൾ അങ്ങ് ശരിയാകും എന്നും കരുതേണ്ടതില്ല. എല്ലാം ബെറ്റർ ആവുമെന്ന് കരുതേണ്ടതില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ചോയ്സുമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. യെസ് ഓർ നോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ സമയം കൊണ്ടും മാത്രം സോൾവ് ചെയ്യപ്പെടാത്തതുണ്ട്. സോ അവിടെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് നെയ്മർ പറയുന്നു. സോ നെയ്മർ ജൂനിയർ, സാന്റോസിന്റെ പ്രിൻസ് നെയ്മർ ആ തീരുമാനമെടുത്തു. ഇറങ്ങും, കളിക്കും, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അടുത്ത വേൾഡ് കപ്പാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി പൂർണ്ണ സജ്ജനാവാൻ ഒരു ശസ്ത്രക്രിയക്ക് താരം വിധേയനായേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്താൽ കാര്യങ്ങൾ അനുകൂലമായി വരുമെന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ നെയ്മർക്കുണ്ട്. അത് തന്നെയാണ് ഈ വാക്കുകളിലും നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.